ഉത്തരേന്ത്യ അതിശൈത്യത്തിലേക്ക് ഡൽഹി, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ താപനില 8-ന് താഴെയായി. കൂടാതെ ഡൽഹിയിൽ വായുമലിനീകരണവും രൂക്ഷമാണ്. സ്ഥിതിഗതികൾ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി രേഖ ഗുപ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. ആനന്ദ് വിഹാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മലിനീകരണ തോത് 460 കടന്നു. അതേസമയം റാഞ്ചി, പട്ന, ഹിൻഡൻ, ജമ്മു, വാരണാസി എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞ് തുടരുന്നതിനാൽ വിമാനങ്ങൾ വൈകുമെന്ന് ഇൻഡിഗോ മുന്നറിയിപ്പ് നൽകി. വിശദാംശങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ മൂടൽമഞ്ഞടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്, പുകമഞ്ഞടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണോ ഇപ്പോൾ മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവുന്നത്? ലിജിൽ, ഡൽഹിയെ സംബന്ധിച്ച് ഈ പുകമഞ്ഞിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടത് ഇവിടുത്തെ വായുമലിനീകരണം തന്നെയാണ്. വായുമലിനീകരണം തടയാനാവശ്യമായി, ആ തോത് കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാരും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു കാര്യമായ പുരോഗതി ഉണ്ടായി നമുക്ക് പറയാൻ കഴിയില്ല. ആനന്ദ് വിഹാറിൽ 466 വായുമലിനീകരണ തോതുള്ളത്. അത് ചാന്ദിനി ചൌക്കിലേക്ക് എത്തുമ്പോൾ 425 അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ അശോക് വിഹാറിലേക്ക് എത്തുമ്പോൾ 444 അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും, അതായത് രാജ്യതലസ്ഥാനത്തെ സുപ്രധാന മേഖലകളിലാണ് 40 ഇടങ്ങളിലാണ് രാജ്യതലസ്ഥാനത്ത് ഇത്തരത്തിൽ വായുമലിനീകരണ തോത് പരിശോധിക്കുന്നത്. ഇതിൽ 16-ലധികം സ്ഥലത്തും ഗുരുതരമായ അവസ്ഥയെന്ന് തന്നെയാണ് കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. ഒപ്പം തന്നെ പുകമഞ്ഞും രൂക്ഷമാണ്. നിലവിൽ കുറെ നിയന്ത്രണങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം തന്നെ നിയന്ത്രണങ്ങളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്, പ്രത്യേകിച്ച് പ്രതിപക്ഷം അതിരൂക്ഷമായി വിമർശനം ഡൽഹി സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ വേണ്ട ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഡൽഹി മുഖ്യമന്ത്രി ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. വൈകിട്ട് 3 മണിക്ക് കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ വലിയ തരത്തിൽ ശൈത്യം അതിരൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. പുകമഞ്ഞ് രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ പല സ്ഥലത്തും ഗാസിയാബാദ്, നോയിഡ മേഖലകളിൽ ഒക്കെ തന്നെ ഒട്ടും വാഹനങ്ങൾ കാണാൻ, മുന്നിൽ പോകുന്ന വാഹനങ്ങൾ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പുകമഞ്ഞ് എത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. 0 എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ദൂരക്കാഴ്ച എത്തി നിൽക്കുന്നത്. എത്രത്തോളം ഗുരുതരമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് കൃത്യമായി വേഗത കുറച്ച് പോകാനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങളിൽ 100 മീറ്റർ എന്ന നിലയിലേക്ക് 100 മീറ്റർ താഴെയാണ് ദൂരക്കാഴ്ചയുള്ളത്. അതുകൊണ്ടാണ് ഇൻഡിഗോ അടക്കമുള്ള വിമാന സർവീസുകൾ ഇപ്പോൾ വൈകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ വിമാനങ്ങൾ വൈകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് നേരത്തെ തന്നെ വിമാന കമ്പനികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാർ അതിനോട് സഹകരിക്കണമെന്ന് കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ വൈകിട്ടുള്ള ഈ യോഗത്തിൽ ഏതൊക്കെ തരത്തിലുള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള നിലപാടുകൾ, നടപടികൾ ഡൽഹി സർക്കാർ മുന്നോട്ട് വെക്കും എന്നുള്ളത് ഈ 3 മണിക്കുള്ള യോഗത്തിന് ശേഷമായിരിക്കും അറിയാൻ കഴിയുക. ലിജിൻ, ശരി. എന്തായാലും ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ, തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാവുക. കെ പ്രശാന്തായിരുന്നു വിവരങ്ങൾ നൽകിയത്.